പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അയർലൻഡിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരായിട്ട് ആ അയർലൻഡ് നിവാസികളായ ജനങ്ങൾ, തദ്ദേശീയരായ ജനങ്ങൾ അക്രമം നടത്തുകയാണ്. അതായത് ഇന്ത്യൻ വംശജർക്കെതിരെ വല്ലാതെ അക്രമങ്ങൾ പല സ്ഥലത്തും നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കോട്ടയത്തെ ഒരു അനുപമ ഉള്ള പേരിലുള്ള ഒരു നഴ്സ് അവിടെ ഉണ്ട്. അവരുടെ മകൾക്കെതിരെ അവളുടെ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഘം കൗമാരക്കാരായ ആൾക്കാർ, ചെറുപ്പക്കാർ അവിടെ വന്നിട്ട് ഈ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരിയായ അനുപമയുടെ കുഞ്ഞിനെ ആക്രമിക്കുകയും ചെകിട്ടത്തടിക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങിപ്പൊയ്ക്കോ നീ എന്ന് ആക്രോശിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്ത്യൻ വംശജർക്കെതിരെ അയർലൻഡിൽ ഇത്തരത്തിലൊരു അക്രമങ്ങൾ പലയിടത്തും നടക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന് കാരണം? നമ്മൾ തന്നെയാണോ, ഈ ഇന്ത്യൻ വംശജർ തന്നെയാണോ അതിന് കാരണക്കാർ? അതോ അവിടെ ഒരു കത്തോലിക്ക ഭൂരിപക്ഷ പ്രദേശമാണ്. പക്ഷേ കത്തോലിക്ക ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ടൊന്നുമല്ല അവിടെ അത്തരത്തിൽ. കാരണം അവരെല്ലാം വളരെ ആതിഥ്യ മര്യാദയുള്ളവരും വളരെ സമാധാനമായിട്ട് കഴിയുന്ന ഒരു ജനതയാണ്. കത്തോലിക്കരായതുകൊണ്ട് മാത്രമല്ല അവർ ഇന്ത്യക്കാർക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. എന്നാലും അതിന് കാരണം ആരാണ്? ഇന്ത്യൻകാർ തന്നെയാണോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ തുടരുക. വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ദ്വീപാണ് ഈ അയർലൻഡ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ, പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ്. മാത്രമല്ല വളരെ സമാധാനപ്രിയരായ ആൾക്കാരുമാണ് അവിടെ താമസിക്കുന്നത്. 42 ലക്ഷം ജനസംഖ്യയാണ് അയർലൻഡിലുള്ളത്. കത്തോലിക്കരാണ് അവിടെ കൂടുതൽ ഉള്ളത്. എന്നാൽ കത്തോലിക്കർ കൂടുതലുണ്ടെങ്കിൽ പോലും 37% ജനങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ വളരെ പ്രത്യേകതയുള്ള നാടാണ്. മാത്രമല്ല അവര് വളരെ റോഡുകളിൽ ഉറച്ച് സംസാരിക്കുകയോ പിന്നെ നിയമലംഘനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു മാന്യമായ ഒരു ജീവിതം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ജനവിഭാഗമാണ് കത്തോലിക്കർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലാഗ് നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ഫ്ലാഗുമായിട്ടൊരു സാമ്യമുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പതാക എന്ന് പറയുന്നത് മുകളിൽ കുങ്കുമം, അതിനിടയ്ക്ക് വെള്ള, താഴെ പച്ച എന്ന തരത്തിലാണ്. ഈ അയർലൻഡിന്റെ പതാക എന്ന് പറയുന്നത് വലതുവശത്ത് കുങ്കുമം, നടുക്ക് വെള്ള, ഇടതുവശത്ത് പച്ച, അങ്ങനെയാണ് അവരുടെ പതാക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ പതാക ഈ തിരിച്ചു വച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ പതാക തിരിച്ചു വച്ചു കഴിഞ്ഞാൽ അയർലൻഡിന്റെ പതാകയായിട്ട് മാറും. അത്തരത്തിൽ ഒരു സാമ്യമുള്ളതാണ്. അപ്പൊ നമ്മുടെ നഴ്സുമാർക്ക്, ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് വളരെ കുടിയേറി പാർക്കാനും തൊഴിൽ സാധ്യത കൂടുതലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ 10-20 വർഷമായിട്ട് അവിടെ ആൾക്കാർ കൂടുതലും അയർലൻഡിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ കുറച്ചു പേര് മാത്രമേ പോകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ ഇംഗ്ലണ്ടിൽ ഈ 2020 ചില കുടിയേറ്റ നിയമങ്ങൾ ചില കർശനമാക്കുകയുണ്ടായി. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ കുടിയേറ്റത്തിന് അത് വലിയ പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായി. ലോകത്തിലെ പല ഭാഗത്തും ഇന്ത്യയിലേക്കും ലണ്ടനിലേക്കും വലിയ കുടിയേറ്റം നടന്നിരുന്നു. ആ കുടിയേറ്റങ്ങളെല്ലാം ആ നാട്ടിലെ സാമുദായിക വിഷയങ്ങൾക്കും പൊളിറ്റിക്കൽ വിഷയങ്ങളിലും ചില പ്രശ്നങ്ങളാവുകയും അതിന്റെ ഭാഗമായിട്ട് അവര് 2020 ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ലണ്ടനിലേക്ക് പോകാൻ താല്പര്യമെടുക്കുകയും തയ്യാറെടുക്കുകയും ചെയ്തിരുന്ന പല ആൾക്കാരും പിന്നെ ലണ്ടനിലോട്ട് പോകാൻ തയ്യാറാവാതെ, കാരണം ചില കുടിയേറ്റ നിയമങ്ങൾ കർക്കശമായപ്പോൾ. അപ്പോൾ അവർ പിന്നെ നേരെ വളരെ എളുപ്പമായിട്ട് പോയത് തൊട്ടടുത്തുള്ള അയർലൻഡിലേക്കാണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യക്കാർ കൂടുതലും അയർലൻഡിൽ എത്തി തുടങ്ങിയതും. അവിടെ നല്ല തൊഴിൽ സാധ്യത ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ആതിഥ്യ മര്യാദ, അവിടുത്തെ ജനങ്ങൾ വളരെ സമാധാനത്തോടെ നമ്മളെല്ലാം സ്വീകരിക്കുന്ന ആൾക്കാരായിരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും പിന്നെ ആൾക്കാർ വരുമ്പോഴും അവർ ഇന്ത്യക്കാരെ മാത്രമല്ല സ്വീകരിച്ചിരുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ധാരാളം അവിടെ കുടിയേറി പാർത്തു. അവരെല്ലാം 2 കൈയും നീട്ടി അവർ സ്വീകരിച്ചു. അതുപോലെ മറ്റ് മതക്കാരായി ഇന്ത്യയിൽ നിന്നുള്ള വിവിധ പ്രദേശം, കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പഞ്ചാബിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, അതുപോലെ മധ്യപ്രദേശിൽ നിന്നും, രാജസ്ഥാനിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ കൂടുതലും അവിടെ കുടിയേറിയിട്ടുണ്ട്. അവരെല്ലാം അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച്, അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് സ്വതന്ത്രമായിട്ട് തന്നെ
അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അയർലൻഡുകാരുടെ ഭാഗത്ത് നിന്നും ഒരു വല്ലാത്ത അമർഷം അവർക്ക് ഉണ്ടായിരിക്കുന്നു ഇന്ത്യൻ വംശജരോട്. മറ്റ് രാജ്യത്തുള്ള വംശജരും ഉണ്ടോ എന്നുള്ളത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ അക്രമം നടക്കുന്നത് ഇന്ത്യൻ വംശജർക്കെതിരാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടവർ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ഈ മതപരമായ ചില ആചാരങ്ങൾ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കത്തോലിക്കരാണ് കൂടുതലാണെങ്കിൽ പോലും അവരിങ്ങനെ മതപരമായ ചടങ്ങുകൾ പ്രഹസനമായിട്ട് തെരുവിൽ കൊണ്ടിറക്കി വലിയ ആഘോഷങ്ങൾ നടത്തി പോകുന്നവരല്ല അയർലൻഡുകാർ. അവരവരുടെ പള്ളികളിൽ പ്രത്യേകിച്ച് ചില ആഘോഷങ്ങളൊക്കെ നടത്തുക, മാന്യമായിട്ട് പിരിയുക, അതായിരുന്നു അവരുടെ രീതി. പക്ഷെ ഇവിടെ അയർലൻഡിൽ ഈ മുസ്ലിം കുടിയേറ്റക്കാർ വന്നിട്ട് അവർ പെട്ടെന്ന് റോഡിൽ ഇരുന്നു കൊണ്ട് വാഹനഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിസ്കാരങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് വലിയ വാർത്തകൾ, ലോകത്തിൽ പല വാർത്തകളായിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു സാമൂഹിക വിഷയമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ വംശജർ ഹിന്ദുക്കൾ ഓരോ കേരളത്തിൽ നിന്നുള്ളവർ അവരുടെ ഓണാഘോഷം ഗംഭീരമായിട്ട് പൊതുസ്ഥലത്ത്, വലിയ തുറന്ന സ്ഥലത്ത് വലിയ ആഘോഷത്തോടെ ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ കൂടി വലിയ ആഘോഷങ്ങൾ നടത്താൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പല മതപരമായ ചടങ്ങുകൾ, പിന്നെ ഗണേശോത്സവം, ദുർഗാപൂജ, ഇങ്ങനെയുള്ള പല ചടങ്ങുകളും നമ്മളവിടെ വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് വളരെ സഹിഷ്ണുതയോടെ എല്ലാം കണ്ടിരുന്ന ജനങ്ങൾക്ക് ഇത് ഇത്രമാത്രം ജനങ്ങൾക്ക് ആദ്യം 1000-2000 പേര് മാത്രമാണ് ആദ്യ കാലങ്ങളിൽ 10-20 വർഷം മുമ്പ് അയർലൻഡിൽ കുടിയേറ്റക്കാരായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലണ്ടനിലോട്ട് പോകാൻ പറ്റാത്തവരെല്ലാം കൂടി അങ്ങോട്ട് കടന്നു കയറിയപ്പോൾ ഏകദേശം 1 ലക്ഷത്തിലധികം ജനസംഖ്യ ഇപ്പോൾ പിന്നെ ഇന്ത്യക്കാരായിട്ടുണ്ട്. അതിൽ കൂടുതലും മലയാളികൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അറിയുന്നത് ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ദിനം ആഘോഷിക്കാൻ അവിടുത്തെ ഇന്ത്യ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന തീരുമാനിച്ചിരുന്നു. അവർ ഡബ്ലിൻ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനത്തെ ഫീനിക്സ് എന്ന് പറയുന്ന ഒരു തുറന്ന സ്ഥലത്താണ്, ഒരു ഗ്രൗണ്ടിലാണ് അവർ ഈ ഇന്ത്യ ദിനം 11ാമത് ഇന്ത്യ ദിനമാണ്. 2015 മുതൽ അവർ ഇന്ത്യ ദിനം എല്ലാ വർഷവും വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇന്ത്യ ദിനം നടത്തേണ്ടതില്ല എന്ന് സംഘാടകർ, ഇന്ത്യ കൗൺസിൽ എന്ന് പറയുന്ന സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. കാരണം അവിടെ ഒരു സുരക്ഷിതമായിട്ട് ഇന്ത്യ ദിനം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അക്രമങ്ങൾ അയർലൻഡിൽ പല സ്ഥലത്തും ഇന്ത്യക്കാർക്കെതിരെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അയർലൻഡിലെ ഉപപ്രധാനമന്ത്രിയായ സൈമൺ ഹാരിസ് എന്ന ഉപപ്രധാനമന്ത്രി ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഈ അക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കർശന നടപടി എടുക്കുമെന്ന് ഇന്ത്യൻ വംശജരെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഈ 11ാമത് ഇന്ത്യ ദിനം ആഘോഷിക്കേണ്ടെന്ന് തീരുമാനിച്ചതിന്റെ ഉപപ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യ കൗൺസിൽ ഭാരവാഹികൾ ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാമെന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അറിയുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അജ്ഞാതൻ, അതായത് അയർലൻഡിൽ വർഷങ്ങളായിട്ട് 10-20 വർഷത്തിലധികമായിട്ട് ജീവിക്കുന്ന ഒരാൾ, അത് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താതെ തന്നെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ആ കുറിപ്പ് വായിച്ചപ്പോഴാണ് കൃത്യമായിട്ടും എന്തുകൊണ്ടാണ് അവിടെ അയർലൻഡിലെ ജനങ്ങൾ ഇന്ത്യക്കാർക്കെതിരായിട്ട് തിരിഞ്ഞത്, അക്രമം നടത്തുന്നത്. പ്രത്യേകിച്ച് കൗമാരക്കാരായ ആൾക്കാർ ശക്തമായിട്ട് രംഗത്തിറങ്ങുമ്പോൾ അത്രമാത്രം അമർഷം അവിടുത്തെ ജനഗണ, ഈ പ്രായമായവർ 45-50 വയസ്സായവരെല്ലാം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നവരാണ്. അതെല്ലാ നാട്ടിലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് അയർലൻഡുകാർ അങ്ങനത്തെ ഒരു പൊതു സ്വഭാവമുള്ളവരാണ്. എന്നാൽ അവിടുത്തെ കൗമാരക്കാരതല്ല, അവർ ചോര തിളയ്ക്കുന്ന പ്രായമാണ്. അവരുടെ സ്ഥാനങ്ങൾ പോകുന്നുവെന്നും ഒക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്വതന്ത്രമായിട്ട് പൊതുസ്ഥലങ്ങളിൽ വലിയ വലിയ ആഘോഷങ്ങൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ, പൊതു ജീവിതത്തെ തന്നെ തടസ്സപ്പെടുന്ന തരത്തിൽ, ബാധിക്കുന്ന തരത്തിൽ ആഘോഷങ്ങൾ, മതാഘോഷങ്ങൾ, അതുപോലെ തന്നെ കേരള ദിനങ്ങൾ, ഓണാഘോഷങ്ങൾ, ഇതൊക്കെ നടത്താൻ തുടങ്ങിയപ്പോൾ അത് അവരുടെ പൊതുജീവിതത്തെ തന്നെ ബാധിക്കുകയും അവരുടെ സ്വൈര ജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും ഇത് നാളെ നമുക്ക് അപകടകരമാകുമെന്നും നമ്മളിവിടെ ന്യൂനപക്ഷമായി മാറുമെന്നും ഇവരെല്ലാം ഭൂരിപക്ഷമായി മാറുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിനകത്ത് കടന്നു കയറുകയും ചെയ്തു. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ധാരാളം ബംഗാളികൾ എന്ന പേരിൽ, ബംഗാളിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, ബീഹാറിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്.
ഇവര് നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ ആഘോഷങ്ങളും അവരുടെ പിന്നെ മതപരമായ ചടങ്ങുകളും നമ്മുടെ വാഹനം തടഞ്ഞുകൊണ്ട്, നമ്മുടെ ഗതാഗതം തടഞ്ഞുകൊണ്ട് അവർ വലിയ ഘോഷയാത്ര ഈ ഈ ഈ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ അവർ നടത്തുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം സഹിക്കും? നമ്മൾ വലിയ സഹിഷ്ണുരാണ് നമ്മൾ കേരളം എന്ന് പറഞ്ഞാലും കേരളീയരെന്ന് പറഞ്ഞാലും നമുക്കത് സഹിഷ്ണുതയോടെ കാത്തിരിക്കാൻ കഴിയില്ല. അവർ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല പിന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു, സ്ത്രീകളുടെ പേരിൽ അക്രമങ്ങൾ നടക്കുന്നു, മാല പൊട്ടിക്കൽ നടക്കുന്നു, അങ്ങനെ പലതും ഈ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്വദേശികളായ ആൾക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അവരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് അസഹിഷ്ണുത കൂടുന്നത് ഈ അതിഥി തൊഴിലാളികളിൽ നിന്നുണ്ടാകുമ്പോഴാണ്. അത് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അയർലൻഡിൽ സംഭവിച്ചത്. അവിടുത്തെ ചെറുപ്പക്കാർ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ആ അയർലൻഡുകാരന്റെ ആ കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. നമ്മൾ തന്നെയാണ്, ഈ ഇന്ത്യക്കാർ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാർ. നമ്മൾ ഒന്നിനും ഒരു മിതത്വം കാണിച്ചില്ല. ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ പിന്നെ പ്രത്യേകം ചെയ്യുന്ന നമ്മുടെ സിനിമാ നടന്മാരെ, ഈ അടുത്ത കാലത്ത് ഹണി റോസിനെയും അതുപോലെ അങ്ങനെയുള്ള കുറെ പേര്, ഞാൻ എൻ്റെ പേര് ഹണി റോസ്, അതുപോലെ ടിമി ടോമി, അതുപോലെ ബോമൻ കുഞ്ചാക്കോ, ഇങ്ങനെ തുടങ്ങിയ നമ്മളെ ആർട്ടിസ്റ്റുകളെ അവിടെ ചെന്നിട്ട് അവര് ഈ പൊതു സ്ഥലത്ത് വലിയ ആഘോഷങ്ങളും നൃത്തങ്ങളും ബഹളങ്ങളും റീലെടുക്കലും ആട്ടവും പാട്ടും ഒക്കെ നടത്തുക സ്ഥിരമായിട്ട് വന്നു. ഇതാണ് പ്രധാനമായിട്ടും അവിടുത്തെ ഈ അയർലൻഡ് നിവാസികളെ ചൊടിപ്പിച്ചതെന്ന് പറയാം. ആ ചൊടിപ്പിച്ചതാണ് ഇപ്പൊ കാരണമായത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഏത് രാജ്യത്താണോ പിന്നെ കുടിയേറ്റക്കാരായിട്ട് അവിടെ ജീവിക്കുന്നത്, ആ രാജ്യത്തിൻ്റെതായ തനതായ ഒരു സംസ്കാരമുണ്ട്, ജീവിത രീതിയുണ്ട്, ജീവിത ശൈലിയുണ്ട്. അവരുടെ ശൈലിയും അവരുടെ സംസ്കാരവും ഒക്കെ മാനിച്ചുകൊണ്ട് അവരുടെ സ്വൈര ജീവിതത്തിന് തടസ്സം വരാത്ത തരത്തിൽ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ദിനാചരണങ്ങളും നടത്തുക എന്നതാണ് നമ്മൾ കാണിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ട പക്വത. കാരണം ഇന്ത്യൻ സംസ്കാരം അത്തരത്തിലുള്ളതാണ്. നമ്മളും ഏകദേശം അയർലൻഡുകാരെ പോലെ എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുകയും എല്ലാ മതക്കാരെയും പിന്നെ അതുപോലെ പോർട്ടീസുകാരെയും ഇസ്ലാം മതപുരോഹിതന്മാരെയും ക്രിസ്ത്യൻ പിന്നെ മതപുരോഹിതന്മാരെയും എല്ലാവരെയും നമ്മൾ കൈനീട്ടി സ്വീകരിച്ച ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. ലോകത്തിന്റെ എല്ലാ രാജ്യത്തുള്ള എല്ലാ കോണിലുള്ള മതത്തിൽപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിൽ വരികയും കുടിയേറി പാർക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിശാലമായ സംസ്കാരമുള്ളവരാണ് നമ്മുടെ ഭാരതീയർ. ആ ഭാരതീയർ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ തനത് സംസ്കാരത്തെയും തനത് ജീവിത രീതികളെയും ഒക്കെ ലംഘിക്കുന്ന തരത്തിൽ അവരവിടെ സ്വതന്ത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ അത് അവിടുത്തെ ജനങ്ങൾ കുറെ കാലം പൊറുക്കും, ക്ഷമിക്കും, സഹിക്കും. പക്ഷേ പുതുതലമുറ അത് സഹിക്കണമെന്നില്ല. അവർ പ്രതികരിക്കും. അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വലിയ നമ്മുടെ ആ നിലനിൽപ്പ് തന്നെ, നമ്മുടെ അവിടെ ആ നാട്ടിൽ നിലനിൽപ്പ് ഇപ്പൊ തന്നെ ഈ പറഞ്ഞ അനുപമ എന്ന നഴ്സിന്റെ കുട്ടി, 6 വയസ്സായ കുട്ടി ഇപ്പോൾ മുറ്റത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. സ്കൂളിൽ പോകുന്നില്ലെന്നാണ് പറയുന്നത്. കുറെ കാലം കൊണ്ട് സ്കൂളിൽ പോയാൽ ചിലപ്പോൾ ആക്രമിക്കുന്നെങ്കിലും പേടിയുണ്ട്. ഇപ്പൊ ഇതൊരു അരാജകത്വം നമ്മുടെ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുണ്ടാക്കിയെടുത്തത് നമ്മൾ തന്നെയാണ്, നമ്മുടെ അതിരുവിട്ട പ്രവൃത്തി തന്നെയാണ് എന്നാണ് ഈ അവിടെ നിന്നുള്ള പല റിപ്പോർട്ടുകളും പല കുറിപ്പുകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ ഭാരതീയർ എവിടെ ചെന്നാലും നമ്മുടേതായ ഒരു രീതി, വളരെ പക്വമായ പിന്നെ ജീവിത രീതിയും പക്വമായ പെരുമാറ്റവും നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്.